സ്ഥൂലാകാരവും സൂക്ഷ്മാകാരവും സ്ഥൂലവും സുഖവും നിൻ പൊരുളല്ലേ. സ്ഥൂലാകാരവും സൂക്ഷ്മാകാരവും സ്ഥൂലവും സുഖവും നിൻ പൊരുളല്ലേ. മിശിഹായായും ഇലാഹിയായും നിത്യം സ്നേഹം നിൻ വചനങ്ങൾ. ഭൗതിക ശാസ്ത്രവും ആത്മീയതയും ഒന്നായി തീർത്തു നിൻ വചനങ്ങൾ. സ്ഥൂലാകാരവും സൂക്ഷ്മാകാരവും സ്ഥൂലവും സുഖവും നിൻ പൊരുളല്ലേ. താരാപഥവും ധാരാധരവും പൃഥ്വിയും വിധുവും നിൻ രൂപമല്ലേ. അമ്പലമണിയും ചെമ്പകമലരും പാദസൗരഭ്യവും നിൻ ഭാവമല്ലേ. സ്ഥൂലാകാരവും സൂക്ഷ്മാകാരവും സ്ഥൂലവും സുഖവും നിൻ പൊരുളല്ലേ. അച്ഛൻ ഇങ്ങനെ വാൽമീകിയെ പോലെ ധ്യാനിച്ചിരുന്നോ? അകത്ത് വലിയ യുദ്ധം നടക്കുക. ഓഹോ, എന്താണ് ഇന്നത്തെ വിഷയം? പറയാം. ഏട്ടനെന്ന് കോഴിക്കോട് കോളേജിൽ പോണ്ടേ. അതിന് ഞാനും ഏട്ടനും കൂടി പാക്കിംഗ് ശക്തമായി മുന്നേറുമ്പോഴാ അമ്മ ഒരു വസ്തു കണ്ടുപിടിച്ചേ. കൊണ്ടുപോകാൻ വെച്ച കൂട്ടത്തിൽ ഒരു ഗിറ്റാർ ഭദ്രമായിരിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ഇടിവെട്ടായി മഴയായി ആകെ അലമ്പായിരിക്കുക. പൊരിഞ്ഞ സ്റ്റണ്ട്. ആ ഗിറ്റാർ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അമ്മ. ചത്താലും കൊണ്ടുപോകുന്ന ഏട്ടൻ. അച്ഛൻ വേഗം ചെന്നില്ലെങ്കിൽ അച്ഛന്റെ പ്രിയപ്പെട്ട രാജന്റെ ഗിറ്റാർ എന്ന് അടുപ്പിക്കിടന്ന് ഫ്രൈ ആയി തീരും. ഉറപ്പാ. എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോകുന്ന നിനക്കെന്തിനാ ഗിത്താർ? അവിടെ വെച്ച് മരിച്ചുപോയ ഒരാളുടെ ഇല്ലേ അത്? നീ പഠിക്കാൻ പോവാണോ അതോ പാട്ട് നാടുമായിട്ട് സമയം കളയാനോ? പറയടാ. അല്ലമ്മേ, പഠിച്ചു പഠിച്ച് ബോറടിക്കുമ്പോ ഒരു ചേഞ്ചിന്. അങ്ങനെ ജീവിതം തൊലക്കണ ചേഞ്ച് ഒന്നും വേണ്ട. കലാകാരനാകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടപ്പില്ല. ഒരു എഞ്ചിനീയറായി ഐശ്വര്യത്തോടെ ജീവിക്കണമെന്നാ അമ്മയുടെ ആഗ്രഹം. അല്ലാതെ താടിയും മുടിയും വളർത്തി സംഗീതം കൊണ്ട് ജന്മം പാഴാക്കാനല്ല. പിന്നെ എന്തിനാ അമ്മ ഇതെന്നെ പഠിപ്പിച്ചത്? യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം വാങ്ങാൻ. സമ്മാനം കിട്ടിയല്ലോ, പിന്നെ ഗ്രേസ് മാർക്കോടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഉറപ്പാക്കാൻ. അത്ര തന്നെ. അച്ഛാ, ഈ ഗിറ്റാറും കൂടി ഞാൻ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് അമ്മ ഈ കടം തുള്ളുന്നത്. അച്ഛനാ മോൻ ഇത്രയും വഷളാക്കിയത്. ഞാൻ പണ്ട് മുതലേ പറയുന്നതാ അത് പറഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്ന്. ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോ മുതൽ കാണുന്ന ഈ ഗിറ്റാർ ഇവിടെ. അത് കാണുമ്പോ തന്നെ എന്റെ മനസമാധാനം പോവും. പഠിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കുന്ന സാധനം ഇത്. അവനെ പഠിക്കുന്നതിന് ബോറടി മാറ്റാനാണത്രേ. ബോറടി മാറ്റാനാണെങ്കിൽ നീ ഇത് കൊണ്ടുപോണ്ട അല്ലടി. ബോറടി മാറ്റാനാണെങ്കിൽ ഹോസ്റ്റലിന് തൊട്ടടുത്തൊരു കള്ളി ഷാപ്പുണ്ട്. സ്വയം ഒറ്റയൊരച്ഛൻ. അവിടെ വെക്കണേത്
ഇതൊന്ന് പിടിച്ച്. അച്ഛൻ അവിടെ ഇത് നിൽക്ക്. എടി, കണ്ടോ? എടി, നിന്നോടല്ലേ പറഞ്ഞു. നീങ്ങി നീങ്ങി ഇവിടെ ഇരിക്കട്ടെ. ഓ, രക്ഷപ്പെട്ടു. പറഞ്ഞ കാശുതാ. ഡൺ. ഡൺ. എന്താ രണ്ടും കൂടെ? വാ. മോന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, അത് മതി. വാ. മോനെ, നീ പഠിച്ച് നല്ലൊരു നിലയിലെത്തിയിട്ട് സംഗീതം പഠിക്കോ ഗിറ്റാർ വായിക്കോ എന്താന്ന് വെച്ചാ ചെയ്യ്. വാ. നീ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഒരു ഗിറ്റാർ പുതിയത് തന്നെ വാങ്ങിച്ചോ, സംഗീതം വിടണ്ട. വിട്ടിട്ടില്ലച്ചാ, അത് കാറിന്റെ ഡിക്കി തന്നെയുണ്ട്. ഏ? അതെ, നിമ്മിക്ക് കാശ് കൊടുത്ത് കടത്തിയതാ. വാ. ഞാൻ വിളിക്കാം. ഹലോ. ഹലോ. ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റി ജോൺ ജോസഫ്, ഹോസ്റ്റലിന്റെ വാർഡൻ കൂടിയാണ്. സുധീഷ് അല്ലേ? അതെ. കം. റൂം നമ്പർ 116. ശരി സർ. സാർ ഈ ഹോസ്റ്റലിലെ അടിയന്തരാവസ്ഥക്കാലത്ത് താമസിച്ചിരുന്നത് റൂം നമ്പർ ഓർക്കുന്നുണ്ടോ? 217. വരൂ. സ്വാമിനാഥ പരിപാലയ സുമാം, സ്വാമിനാഥ പരിപാലയ സുമാം, സ്വപ്രകാശതനന. സാർ വാ. ഇത് നിങ്ങളുടെ പുതിയ റൂംമേറ്റ് സുധീഷ്. ഹലോ. ഹലോ. നന്നായി, ഇനിയിപ്പോ പാശ്ചാത്യ സംഗീതം കൂടി ആവാലോ. ഓക്കെ, ക്യാരി ഓൺ. ശരി. പറ്റടാ. ശരി.
30 വർഷം കൊണ്ട് കോളേജിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹോസ്റ്റലൊക്കെ പഴയപടി തന്നെ. സാറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പഠിച്ചതും ഇവിടെ തന്നെയാണ്. 77 സാറ് പാസ് ഔട്ടായത്. അതേ വർഷമാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. സാറിൻ്റെ ഈ മുറി അതിനുശേഷം ആരും ഉപയോഗിച്ചിട്ടില്ല. സാറിനെ എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്നും എമർജൻസി പീരീഡിൻ്റെയും രാജൻ ഇഷ്യൂസിൻ്റെയും യാഥാർത്ഥ്യം, ഐ മീൻ ദ റിയൽ സ്റ്റോറി അറിയണമെന്നുണ്ടായിരുന്നു. എല്ലാം മറക്കാൻ അറിയാവുന്ന മലയാളി അതും മറന്നിട്ടുണ്ടാവും. ആരൊക്കെ തമസ്കരിച്ചാലും നെഞ്ചിലെ ചൂടുപോലെ എന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആ കാലം ജ്വലിച്ചു നിൽക്കും. എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ്, എത്രയെത്ര കഥകളാണ്. രാജനെ ഈ ക്യാമ്പസ് മറന്നിട്ടില്ല. രാജൻ്റെ ഓർമ്മയ്ക്കായി ഒരു മെഡിറ്റേഷൻ ഹട്ട് ഇവിടെ വിദ്യാർത്ഥികൾ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. മറ്റാർക്കും അറിയാത്ത, മറ്റാരും പറയാത്ത യാഥാർത്ഥ്യങ്ങൾ പറയാൻ സാറിനെ കഴിയൂ. ജോൺ, ഇവിടെ അടുത്തൊരു ഡോബി കോളനിയുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. കൃഷ്ണപ്രിയയെ കാണാനായിരിക്കും. അതെ, കൃഷ്ണപ്രിയയെ താൻ അറിയോ? അറിയും. ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആയിരുന്നു പ്രീ ഡിഗ്രിക്ക്. അവൾ ഇപ്പോഴെവിടെയുണ്ട്? കൃഷ്ണപ്രിയ ഈ നാട്ടിൽ തന്നെ പോയി. രാജന്റെ തിരോധാനത്തിന് ശേഷം ഡോബി കോളനി നിൽക്കാൻ അവൾക്കായില്ല. രാജനോട് അടുപ്പമുള്ള എല്ലാവരോടും പോലീസ് ക്രൂരമായി പെരുമാറിയതും കൃഷ്ണപ്രിയയുടെ അമ്മയെ കൊന്നു കെട്ടിത്തൂക്കിയതൊക്കെ സാറിന് അറിയാവുന്നതല്ലേ. ഷിയർ ബ്രൂട്ടാലിറ്റി. ഇന്നവളൊരു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു ഊട്ടിയിൽ. അവളുടെ കുടുംബം? അവൾ വിവാഹം കഴിച്ചിട്ടില്ല. രാജനെക്കുറിച്ചുള്ള സത്യം എന്നെങ്കിലും പുറത്തു വരുന്ന പ്രതീക്ഷയാവാം അവളങ്ങനെ കഴിയാം. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. ഒരു എഴുത്തുകാരൻ കൂടിയായ സാറിൻ്റെ മൗനം യാഥാർത്ഥ്യത്തോടുള്ള മുഖംതിരിക്കലാണ്. ടു ബി ഫ്രാങ്ക്, അസത്യത്തിനും പെരുന്നുണകൾക്കും കൂട്ടുനിൽക്കുകയല്ലേ സാറ് ചെയ്യുന്നത്? ഇന്ന് സത്യം അറിയാൻ ആർക്കാണ് ഇത്ര താല്പര്യം? പണത്തിനും അധികാരത്തിനും വേണ്ടി ഓട്ടപ്പന്തയം നടത്തുന്ന ഇന്നത്തെ തലമുറയ്ക്കോ, അതോ അരാഷ്ട്രവാദികളായ ഇന്നത്തെ യുവജനങ്ങൾക്കോ? ആരെ ബാധിക്കുന്നു ഇതൊക്കെ? ആരെയെങ്കിലും എക്കാലവും പ്രതിക്കൂട്ടി നിർത്താനുള്ള ഒരു പത്രവാർത്ത മാത്രമാണ് ഇന്ന് അടിയന്തരാവസ്ഥ. രാജൻ എന്നത് ഒരു രക്തസാക്ഷി മാത്രം. ഗിറ്റാറും വായിച്ച് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ സമ്മാനം വാങ്ങി രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ച് നടന്ന ഒരു കലാകാരനായിരുന്നു രാജൻ എന്ന കാര്യം എത്ര പേർക്കറിയാം? അല്ലെങ്കിൽ തന്നെ അതൊക്കെ ആർക്കറിയാം? എനിക്കറിയണം സാർ. എന്നെപ്പോലെ ഒത്തിരി പേരുണ്ട് ഇവിടെ സത്യമറിയാൻ ആഗ്രഹമുള്ളവർ. ഇവരൊക്കെ അതറിയാൻ താല്പര്യമുള്ളവരാ. സാറ് വരുന്നു എന്നറിഞ്ഞ് എല്ലാവരും ചേർന്നാണ് എന്നെ സാറിനെ കാണാൻ അയച്ചത്. 30 വർഷക്കാലം ഞങ്ങൾ പലതും കേട്ടു. ജോൺ സാറാണ് സാറിനെക്കുറിച്ച് പറഞ്ഞത്, രാജന്റെ ഇഷ്ടക്കാരിയായ ഡോബി പെൺകുട്ടിയെക്കുറിച്ചും. ആ കഥ ഞങ്ങൾക്ക് മുഴുവനായി കേൾക്കണം. പറയാം. ഇത് കഥയല്ല, അനുഭവം. 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കോഴിക്കോട്ടെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. രാഷ്ട്രീയ തീവ്രതയും സാഹിത്യബോധവും തുടിച്ചു നിൽക്കുന്ന 70കളിലെ ക്യാമ്പസ്.
അന്ന് ക്യാമ്പസിലെ ഹീറോ ആയിരുന്നു മുരളി കണ്ണമ്പുഴ. SFI എന്ന കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയുടെ തീപ്പൊരി നേതാവ്. മുരളിയുടെ പ്രസംഗവും വ്യക്തിത്വവും എല്ലാവരെയും ആകർഷിച്ചിരുന്നു. ഞാനന്ന് കോളേജ് യൂണിയൻ മെമ്പറും മുരളിയുടെ രാഷ്ട്രീയ സുഹൃത്തുമായിരുന്നു. രാജൻ നല്ലൊരു ഗിറ്റാറിസ്റ്റും ഗായകനും എന്നുള്ള നിലയിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണി. മുരളിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ സഹപ്രവർത്തകനായ ഞാൻ പങ്കെടുത്തിരുന്നു. മൂലധനം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, വർഗസമരം, ഭരണകൂടത്തിനെതിരായുള്ള വിപ്ലവം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഭംഗിയായി മുരളി ക്ലാസ് എടുക്കും. കൃഷ്ണപ്രിയയും രാജനും തമ്മിൽ ഇഷ്ടമുണ്ടായത് എങ്ങനെയാ സർ? REC ഹോസ്റ്റലിലെ കുട്ടികളുടെ വസ്ത്രം അലക്കുന്ന ഒരു കോളനി അവിടെ രൂപം കൊണ്ടിരുന്നു, ഡോബി കോളനി. അവിടുത്തെ ഒരു പെൺകുട്ടിയായിരുന്നു കൃഷ്ണപ്രിയ. പുഴക്കരയിൽ ഗിറ്റാറുമായി പോകുന്ന രാജൻ എങ്ങനെയോ കൃഷ്ണപ്രിയയുമായി അടുത്തു. മുരളിയെക്കുറിച്ചാണ് ഞങ്ങൾ അധികം കേൾക്കാത്തത്. സാർ അദ്ദേഹത്തെക്കുറിച്ച് പറയണം. കേൾക്കാൻ രസം കൃഷ്ണപ്രിയയുടെ കഥയാ. നിന്റെയൊക്കെ രസം നിനക്കൊക്കെ രസിച്ചാൽ മതിയല്ലോ. ഈ കഥ മുരളിയുടെയും രാജന്റെയും കൃഷ്ണപ്രിയയുടെയും മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടിയാണ്. ആ കാലഘട്ടത്തിൽ കേരളത്തിലും ആഗോളതലത്തിലുമുണ്ടായ ആശയങ്ങളുടെ സാക്ഷികളും പ്രതീകങ്ങളും കൂടിയായിരുന്നു അവർ. എടാ രാജശേഖര, നമ്മുടെ ഗായകൻ രാജനവിടെ? സ്റ്റഡി ക്ലാസ്സിലൊന്നും അവനെ കാണുന്നില്ല. അവനവിടെ ഗിറ്റാറിൽ കെട്ടിപ്പിടിച്ച് മേലേക്ക് നോക്കി ഇരിപ്പുണ്ട്. നീയാണ് അവന് പാട്ട് എഴുതി കൊടുത്ത് സംഗീതം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു. രാഷ്ട്രീയമൊന്നും അവന് പറഞ്ഞിട്ടുള്ള പണികളെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിപ്ലവ കവിത എഴുതിക്കൂടെ? രാജനെ കൊണ്ട് ഈണം ഇടിക്കാം. പ്രേമകവിതയും ശുദ്ധ സംഗീതവും ഒക്കെ ബൂർഷ്വാ സങ്കല്പങ്ങളാണ്. പ്രൊലിറ്റേറിയൻ സംഗീതം വരണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊർജ്ജം ലഭിക്കണം. കവിത ആയുധം മാത്രമല്ലല്ലോ മുരളി, അതിന്റെ സൗന്ദര്യവും ആസ്വാദ്യകരമല്ലേ? കവിതയും കലയും സാഹിത്യവും നാട്ടറിവുമൊക്കെ പ്രത്യേക ശാസ്ത്രവൽക്കരിക്കപ്പെടണം. എന്നാലേ സാമൂഹ്യ മാറ്റം ഉണ്ടാവുള്ളൂ. ഫ്യൂഡൽ ചിഹ്നങ്ങളും സങ്കല്പങ്ങളും തീർത്തും നിരാകരിക്കണം. കമ്മ്യൂണിസം വന്നാൽ ഒരുവനിലുള്ള നീതിബോധമാണ്, അതെല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കലാകാരനും എഴുത്തുകാരനും ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. ഇതെവിടെ പോയി? ഇവിടെ നിപ്പുണ്ടായിരുന്നു. എവിടെ കന്വേഷിച്ചു? ഹലോ, പിന്നെ കാണാട്ടോ. ലാൽ സലാം. സഖാക്കന്മാരെ, യോഗം തുടങ്ങണ്ടേ? അവിടെ എല്ലാവരും കാത്തിരിക്കുന്നു. വന്നേ. സഖാക്കളെ, ലാൽ സലാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. 2 തരം കമ്മ്യൂണിസ്റ്റുകളാണ് ഉള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റുകളും സയന്റിഫിക് സോഷ്യലിസ്റ്റുകളും. നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ്. അതായത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി പാർലമെന്ററി നയം സ്വീകരിക്കുമ്പോൾ തന്നെ പോരാട്ടം തുടരുക എന്നതാണത്. സയന്റിഫിക് സോഷ്യലിസ്റ്റുകളാണ് മറ്റൊരു തരം കമ്മ്യൂണിസ്റ്റുകൾ. ചൈനയിലെ മാവോ സേതുങ്ങിന്റെ രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്നതാണ് ആശയം. സായുധ സമരങ്ങൾ നടത്തുന്ന അവരെ നക്സലൈറ്റുകൾ എന്ന് വിളിക്കാം. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അധ്വാനത്തിന്റെ മൂല്യം ആദ്യമായി നിശ്ചയിച്ച കാൾ മാർക്സിന്റെ ചിന്തകളാണ് നമുക്ക് ആധാരം. അതിൽ സദാ ജാഗ്രതായ യുവജന നിരയാണ് നമുക്ക് ആവശ്യം. അതെ, എന്റെ പ്രസംഗം ഈയിടെ ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ക്യാമ്പസിലൊക്കെ എന്താ റെസ്പെക്ട്, പ്രത്യേകിച്ച് ലേഡീസ്. ഒന്നും മിണ്ടായിരിക്കടാ. രാജാ, നിന്റെ കൊട്ടാരത്തിലുണ്ട്. കൊട്ടാരത്തിലോ? നർത്തകിമാരുണ്ടാവും. എടാ, അവനിപ്പം മുരളിയെ ഒളിച്ചു നടക്കല്ലേ. ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, ശരി.
മുരളി എന്നെ അന്വേഷിച്ചല്ലേ? അതെ, നീ എന്താടാ വരാതിരുന്നത്? വെറുതെ, കാര്യമൊന്നുമില്ല. ആ, പിന്നെ നിന്റെ വരികൾക്ക് ഈണമിടണ്ടേ? നിന്റെ നനഞ്ഞ സുന്ദരി സുധാകുമാരിയെ കുറിച്ചുള്ള പാട്ട് റെഡി. ഒന്ന് പതുക്കെ ആരെങ്കിലും കേക്കോ? നിന്റെ സുധയ്ക്ക് ഈണം നൽകാൻ എന്ത് രസമായിരുന്നു. അതിനിടയിലാണ് അവൻ്റെ ഒരു സ്റ്റഡി ക്ലാസ്. നിനക്ക് താല്പര്യം വരില്ല, നീ അമ്പലവാസിയല്ലേ, ദേവനെല്ലാം തരുമല്ലോ. നമ്മള് പാവപ്പെട്ട സ്കൂൾ മാഷിന്റെ മോനാ, അല്പം കമ്മ്യൂണിസ്റ്റൊക്കെ വന്നു പോവും. നീയും മുരളിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരിഷ്ടം കമ്മ്യൂണിസത്തോടെ എനിക്കുമുണ്ട്. പിന്നെ അമ്പലവാസികൾക്ക് മനസ്സിലാവില്ലല്ലോ വർഗസമരം. വിശപ്പറിഞ്ഞവനെ കമ്മ്യൂണിസം മനസ്സിലാവും. ഹൈക്കമ്മീഷണറുടെ മകനാണ് മുരളി കണ്ണമ്പുഴ, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവൻ. അവനെങ്ങനെയാണ് ഇത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ആയത്? എന്ത് വിശപ്പറിഞ്ഞിട്ടാണ് വിപ്ലവകാരിയായത്? നിന്നെ ശുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ? എടാ, നീയും കമ്മ്യൂണിസ്റ്റാ, സമ്മതിച്ചു. ഒരിക്കലുമില്ല, ഒരു താല്പര്യവുമില്ല. പോരാട്ടം, പിന്തിരിപ്പൻ തുടങ്ങിയ വാക്കുകൾ സംഗീതത്തിലില്ല. ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ. ആ, നീ എഴുതിയ ആ തറപ്പാട്ട് ഞാൻ ഈണമിട്ട് ജോറാക്കിയിട്ടുണ്ട്. സുന്ദരി സുധാ സുന്ദരി, ഒന്നു വരുമോ നിന്നു തരുമോ ചുംബനം നൽകാനായി? ഒന്നു വരുമോ നിന്നു തരുമോ ചുംബനം നൽകാനായി? ചുടു ചുംബനം നൽകാനായി. സുധാ സുന്ദരി സുധാ സുന്ദരി, സുധാ സുന്ദരി സുധാ സുന്ദരി. നീ ചക്കരത്തേനല്ലേ, ചന്ദനക്കാട്ടിൽ തത്തിപ്പറക്കുന്ന മുത്തുക്കിളിയല്ലേ, എന്റെ പൊന്നും കുടമല്ലേ, തങ്കക്കുടമല്ലേ. നീ ചക്കരത്തേനല്ലേ, ചന്ദനക്കാട്ടിൽ തത്തിപ്പറക്കുന്ന മുത്തുക്കിളിയല്ലേ, എന്റെ പൊന്നും കുടമല്ലേ. തമ്പുരു മീട്ടി പാറിപ്പറക്കുന്ന വീണക്കിളിയല്ലേ, എന്റെ പൊന്നിൻ കതിരല്ലേ. സുധാ സുന്ദരി സുധാ സുന്ദരി, സുധാ സുന്ദരി സുധാ സുന്ദരി. ചെമ്പകപ്പൂവല്ലേ, നീ മല്ലികത്തേനല്ലേ, പുഷ്പരഥത്തിൽ പൊട്ടിച്ചിരിക്കുന്ന വേളിക്കിളിയല്ലേ, എന്റെ പ്രാണസഖിയല്ലേ. ചെമ്പകപ്പൂവല്ലേ, നീ മല്ലികത്തേനല്ലേ, പുഷ്പരഥത്തിൽ പൊട്ടിച്ചിരിക്കുന്ന വേളിക്കിളിയല്ലേ, എന്റെ പ്രാണസഖിയല്ലേ. മംഗ
മാറിൽ പതിയുമ്പോൾ നാണക്കിളിയല്ലേ എന്റെ കൂട്ടിൽ വരികില്ലേ? സുധാ സുന്ദരി സുധാ സുന്ദരി, ഒന്നു വരുമോ നിന്നു തരുമോ ചുംബനം നൽകാനായി? ഒന്നു വരുമോ നിന്നു തരുമോ ചുംബനം നൽകാനായി? ചുടു ചുംബനം നൽകാനായി. സുധാ സുന്ദരി സുധാ സുന്ദരി സുധാ സുന്ദരി സുധാ സുന്ദരി. ഓഹോ ഓഹോ ആഹാ ആഹാ. ഈ വിധം തീഷ്ണമായി രാഷ്ട്രീയവും പഠനവുമൊക്കെയായി മുന്നോട്ടു പോകുന്ന കാലം 1975 ജൂൺ 25 അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. കാരണം അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. രാജ്യം ഒട്ടാകെ കിരാതമായ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ അരങ്ങേറി. നേടിയ സ്വാതന്ത്ര്യം ഭരണാധികാരികൾ തിരിച്ചെടുത്തു. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെച്ച അടിയന്തരാവസ്ഥ പൗരബോധവും സ്വാതന്ത്ര്യബോധവുമുള്ള അക്കാലത്തെ വിദ്യാർത്ഥികളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുമല്ലോ. മുരളിയിൽ അതെങ്ങനെ സ്വാധീനിച്ചത്? RECയിലെ വിദ്യാർത്ഥികളുടെ മെസ്സിൽ ഒട്ടേറെ മെസ് ബോയ്സ് ജോലി ചെയ്തിരുന്നു. അവിടുത്തെ അധസ്ഥിതരായിരുന്നു ഒരർത്ഥത്തിൽ അവർ. RECയിലെ തന്നെ തൊഴിലാളി വർഗമായ മെസ് ബോയ്സിനെയും ഡോബികളെയും കൂടി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ മുരളി ശ്രമങ്ങൾ ആരംഭിച്ചു. അവിടുത്തെ SFI വിദ്യാർത്ഥികളിൽ അത് എതിർപ്പുകളുണ്ടാക്കിയില്ലേ? തീർച്ചയായും. ജനാധിപത്യ മൂല്യങ്ങളോട് അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളെക്കാൾ തീവ്രമായ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിൻ്റെ മാർഗമാണ് ശരിയെന്നായിരുന്നു മുരളിയുടെ നിലപാട്. അത് ഞങ്ങൾക്കാർക്കും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. ഈ അവസരത്തിലാണ് കൃഷ്ണപ്രിയ ഈ കഥയിലെ പ്രധാന കഥാപാത്രമാകുന്നത്. കൃഷ്ണപ്രിയയാണ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളുടെയും ദുരിതം അനുഭവിച്ചത് അല്ലേ? അതെ. സ്വപ്നം കാണാൻ മാത്രം അറിയാവുന്ന, ലോകത്തെ കൗതുകത്തോടെ നോക്കിക്കണ്ട ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ഗഡ്. നീയാണ് യഥാർത്ഥ കലാകാരൻ. വാ, നമുക്ക് ഡോബി കോളനി വരെയും പോവാം. പ്രണയം ഒരർത്ഥത്തിലൊരു വിപ്ലവമാണ്.
കൺസർവേറ്റീവായി ചിന്തിക്കുന്ന മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒരു കുതിറിമാറിലാണ് പ്രണയം. നീ എന്താ ഇവിടെ? കോളനി വരെയും പോകാൻ ഇറങ്ങിയത്. ഞാൻ വരുമ്പോൾ ഇവിടെ പ്രണയനൃത്തം, ഗിറ്റാർ വായന. എന്താ കുട്ടിയുടെ പേര്? കൃഷ്ണപ്രിയ. ആ, കൃഷ്ണപ്രിയ. എടാ, നമുക്ക് കോളനിയിലെ ഡോബികളെ മെസ് ബോയ്സിനെയും ഒക്കെ സംഘടിപ്പിക്കണം. അവർക്ക് വലിയ ഉത്സാഹമാണ്. മുരളി, ആറീസിലെ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ? ഡോബികളുടെയും മെസ് ബോയ്സിന്റെയും ഒപ്പം ചേരാൻ അവർ തയ്യാറാവോ? തയ്യാറാവണം. പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ അനുസരിച്ചാവണം നമ്മൾ നമ്മെ പരുവപ്പെടുത്തേണ്ടത്. പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. വിപ്ലവപാത വെടിയരുത്. വർഗസമരം എന്ന ആശയത്തിൽ വെള്ളം ചേർക്കരുത്. മനസ്സിലായോ? നിന്റെ സംശയമൊക്കെ നമുക്ക് തീർക്കാം അടുത്ത സ്റ്റഡി ക്ലാസ്സിലാവട്ടെ. ഇപ്പൊ നമുക്ക് കോളനിയിലേക്ക് പോവാം. രാജശേഖര വാ. ഞാൻ വരുന്നില്ല. മുരളി, ഞാനുണ്ട്. മുകളിൽ ആകാശം, താഴെ ഭൂമി. കുട്ടി, സുമതി എടുത്തേ അവിടെ. ദാ അവിടെ തുണി വിരിക്കുക. ഞാൻ വിളിച്ചോണ്ട് വരാം. എടാ, പ്രേമിക്കണമെങ്കിൽ കുറച്ചൊക്കെ ധൈര്യം വേണം. പിന്നെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കണമെങ്കിൽ അവനൊരു മടയൻ തന്നെ ആയിരിക്കണം. ആ കാര്യത്തിൽ നീ മിടുക്കനാ. രാഷ്ട്രീയത്തിന്റെ ചൂടിനേക്കാൾ എന്തുകൊണ്ടും വലുതാണ് പ്രേമത്തിന്റെ ചൂട്. അത് നിനക്ക് അറിയാത്തോണ്ടാ. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ലാൽ സലാം. നമസ്തേ. എന്താ ഇതൊക്കെയായിട്ട് ഈ വഴി? പുഴക്കരയിൽ വെച്ച് മുരളിയെ കണ്ടു, അങ്ങനെ പോന്നതാ. സുമതിയമ്മേ, നമ്മുടെ യൂണിറ്റ് ശക്തമാക്കണം. കോളനിയിലെ തൊഴിലാളികളായ നിങ്ങൾ സംഘടിക്കണം. സുമതിയമ്മ അതിന് മുൻകൈ എടുക്കണം. ശരിയേ സഖാവേ, തൊഴിലാളികളെ ഞാൻ സംഘടിപ്പിക്കാം. എല്ലാവരെയും സ്റ്റഡി ക്ലാസ്സിൽ കൊണ്ടുവരണം. പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. വിപ്ലവം കുട്ടികളിയല്ല. സംഘടിതമായി നിന്നാലേ തൊഴിലാളി വർഗത്തിന് വിപ്ലവം വിജയിപ്പിക്കാൻ സാധിക്കൂ. നാളത്തെ ക്ലാസ്സിൽ എത്രയും കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണം. ശരി എങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു. നാളത്തെ സ്റ്റഡി ക്ലാസ്സിൽ കാണാം. വരട്ടെ. കൃഷ്ണേ, ആ പാട്ടുകാരൻ പയ്യനുമായിട്ട് നിനക്കെന്താ? ഒന്നുമില്ലമ്മേ. നേരത്തെ പുഴക്കടവിലേക്ക് ഓടുന്നതും പിന്നെ കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് ഓടുന്നതും കണ്ടു. പിന്നെ പാട്ടും ആട്ടവും. മോളെ, രാഷ്ട്രീയവും പാർട്ടിയും സമത്വവും ഒക്കെ പറയും. അവര് എഞ്ചിനീയർമാരാകാൻ പഠിക്കണവരാ. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും. പിന്നെ നീ മനസ്സ് നൊന്ത് ജീവിക്കേണ്ടി വരും. നമുക്കൊന്നും സ്വപ്നം കാണാൻ സമയമായിട്ടില്ല. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ മോൾക്ക് തെറ്റൂല ഒരിക്കലും. ഈ അമ്മയ്ക്കറിയാം. മുരളിയെ രാജൻ ആദരിച്ചിരുന്നു. അതുമാത്രമല്ല, ഡോബി കോളനിയിലെ മുരളിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം പോകാനും രാജന് താല്പര്യമുണ്ടായിരുന്നു. കൃഷ്ണപ്രിയയെ കാണാം. ഇടയ്ക്കിടെ ബാലിശമായി പ്രതികരിക്കുന്ന കലാകാരൻ്റെ മനസ്സായിരുന്നു അവന്. എന്നെ കൊണ്ട് അവൻ പാട്ടെഴുതിക്കും. പാതിര വരെ ഇരുന്ന് അവൻ ആ വരികൾക്ക് സംഗീതം ചെയ്യും.
പാടാനും ഗിറ്റാർ വായിക്കാനും മാത്രമല്ല സംഗീത സംവിധാനത്തിലും രാജൻ മിടുക്കനായിരുന്നു. മുരളിയുടെ രാഷ്ട്രീയ നിലപാടിലെ മാറ്റം അന്നേ എന്നിൽ അസ്വസ്ഥത ജനിപ്പിച്ചിരുന്നു. രാജൻ അടിയന്തരാവസ്ഥ അനുകൂലിയായി അല്ല മുരളിയെ പിന്തുടർന്നത്. ശിശുസഹജമായ ഒരു കൗതുകം. മുരളി ആ സമയം നക്സലൈറ്റായി കഴിഞ്ഞിരുന്നുവല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ മുരളിയുടെ പ്രവർത്തനങ്ങളിലെ മാറ്റം സ്പഷ്ടമായിരുന്നു. മെസ് ബോയ്സിനെയും ഡോബികളെയും മുരളി സ്വാധീനിച്ചു. പക്ഷേ വിദ്യാർത്ഥികളിൽ സായുധമായൊരു വിപ്ലവത്തിന് സ്വാഭാവിക പിന്തുണ ലഭിച്ചില്ല. എന്നാൽ അതിനുശേഷം നടന്നൊരു സ്റ്റഡി ക്ലാസ്സിൽ മുരളി ആശയപരമായി എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായി. ലാൽ സലാം സഹാക്കളെ, വിദ്യാർത്ഥികളായ നിങ്ങളോടൊപ്പം മെസ് ബോയ്സും സാധാരണ തൊഴിലാളികളായ ഡോബികളും കൈകോർക്കുകയാണ്. തൊഴിലാളി വർഗം ആവേശ ഉജ്ജ്വലമായി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരികയാണ്. रक्तपुष्पमे धीर रक्तपुष्पमे लाल सलाम सखाकडे लाल सलाम. रक्तपुष्पमे धीर रक्तपुष्पमे लाल सलाम सखाकडे लाल सलाम. ഇവിടെ നാം ജ്വലിക്കുക വിപ്ലവത്തിൻ ജ്വാലയായി. ഇവിടെ നാം ജ്വലിക്കുക വിപ്ലവത്തിൻ ജ്വാലയായി. ഇവിടെ നാം മുഴക്കുക വിപ്ലവത്തിൻ ശംഖുലി. ഇവിടെ നാം മുഴക്കുക വിപ്ലവത്തിൻ ശംഖുലി. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. രക്തപുഷ്പമേ ധീര രക്തപുഷ്പമേ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം. രക്തപുഷ്പമേ ധീര രക്തപുഷ്പമേ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം. ലാൽ സലാം സഖാക്കളെ ലാൽ സലാം. ലാൽ സലാം സഖാക്കളെ ലാൽ സലാം. അധികാരത്തിന്റെ മത്തുപിടിച്ച ഭരണാധികാരി ഈ മഹാരാജ്യത്തെ അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം ഇവ ഇല്ലാതായിരിക്കുന്നു. ഭരിക്കുന്നതോ പോലീസ്. മർദ്ദക ഭരണകൂടത്തിന്റെ കാവൽ നായ്ക്കൾ. വടിയും കല്ലുകളുമായി അവരെ നേരിടണം. തൊഴിലാളിയുടെ ചോരയുടെ നിറവും പോലീസിന്റെ ചോരയുടെ നിറവും ഒന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. സഖാവേ, പോലീസുകാരും ഒരർത്ഥത്തിൽ തൊഴിലാളികളല്ലേ? യഥാർത്ഥ മർദ്ദകർ ഭരണകൂടമാണ്. 10ാം ക്ലാസ് പാസ്സായ ഒരാൾ ഒരു തൊഴിലെന്ന നിലയിലാണ് പോലീസിൽ ചേരുന്നത്, ആരെയും മർദ്ദിക്കാനല്ല. അതെ, പാർലമെന്ററി വ്യാമോഹത്തിന്റെ ഫലമായി അയഞ്ഞ നിലപാടെടുക്കേണ്ടി വരുന്ന ഒരു തണുപ്പൻ കമ്മ്യൂണിസ്റ്റായാണ് രാജശേഖരൻ സംസാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുക്കേണ്ടത് ബാലറ്റ് പെട്ടിയിലൂടെ അല്ല, സായുധ വിപ്ലവത്തിലൂടെയാണ്. വർഗ സമരത്തിലൂടെ, രക്തരൂക്ഷിത വിപ്ലവത്തിലൂടെ, ജന്മിത്വത്തിന്റെയും ബൂർഷ്വാ സ്ഥാപനങ്ങളുടെയും ഉന്മൂലനത്തിന് ശേഷം തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരലബ്ധി കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല. അതിനാൽ ഈ അടിയന്തരാവസ്ഥ കാലത്ത് സായുധ വിപ്ലവമാണ് ശരി. അതിനോട് യോജിക്കാനാവാത്തവർക്ക് ഇവിടെ നിന്ന് പോകാം. ഇത് ഭീരുക്കളുടെ പാഠശാലയല്ല, വിപ്ലവകാരികളുടെ ഈറ്റില്ലമാണ്. സായുധ വിപ്ലവത്തിന് ഇറങ്ങണമെന്നാണോ മുരളി അർത്ഥമാക്കുന്നത്? അതെ. അതിവിപ്ലവവും സായുധ കലാപങ്ങളും ആത്യന്തികമായി വിജയം നേടില്ല. മനുഷ്യത്വത്തിന്റെ നേർക്കാണ് നിങ്ങൾ ആയുധം ഉയർത്തുന്നത്. രാഷ്ട്രീയ ഭീരുക്കൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ഇടമില്ല. രാജശേഖരൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ആ ഇറങ്ങിപ്പോക്ക് യാഥാർത്ഥ്യത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെയായിരുന്നു. ആശയങ്ങളുടെ സംഘർഷം. മനസ്സിൻ്റെ ഏതോ മൂലയിൽ അണയാതെ ആ വിളക്ക് മാറ്റിവെച്ച് ഞാൻ മുന്നോട്ട് പോയി. സർക്കാർ ജോലി കിട്ടി, വിദേശത്ത് പോയി ബിരുദം നേടി. സമൂഹത്തിന് മുന്നിൽ വിജയിച്ച ജീവിതമാണ് എൻ്റേത്. പക്ഷേ ആത്യന്തികമായി ഒരു പരാജയമാണ് എൻ്റെ ജീവിതം. അതാണ് എൻ്റെ വിലയിരുത്തൽ. മുരളിയോട് ദേഷ്യം തോന്നിയോ? ഒരിക്കലുമില്ല. അന്ന് ഞങ്ങൾ ആശയപരമായി തെറ്റിയെങ്കിലും മുരളിയോട് എനിക്കോ എന്നോട് മുരളിക്കോ ഒരുവിധ ദേഷ്യവും ഉണ്ടായിരുന്നില്ല. അവനോട് എനിക്കിന്നും സ്നേഹവും ബഹുമാനവുമാണ്. മുരളിയുടെ മാറ്റത്തിൽ ഞാൻ തീർത്തും അസ്വസ്ഥനായിരുന്നു. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ മറ്റാരേക്കാളും മുന്നിലായിരുന്നു മുരളി. അവൻ്റെ ബുദ്ധിയുടെ മൂർച്ചയായിരുന്നു അവൻ്റെ ശത്രു. കാപട്യങ്ങളെ അവൻ വെറുത്തിരുന്നു. മുരളി ഇപ്പോൾ എവിടെയുണ്ട്? അറിയില്ല. ആന്ധ്രയിലോ മറ്റോ ഒരു നക്സൽ പ്രസ്ഥാനം രൂപീകരിച്ച്
പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. മുരളിയുടെ മാറ്റം രാജനെ അഫക്റ്റ് ചെയ്തില്ലേ? രാജന് അതൊന്നും പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഞങ്ങളൊന്നും കരുതിയതുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എനിക്ക് എൻ്റെ മുറി കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. ഇവിടാകുമ്പോൾ നിന്റെ സുധാകുമാരിയെ കണ്ടങ്ങ് കിടക്കാമല്ലോ. എന്തുപറ്റി? ഓഹോ, മൗനം, ആലോചന. നീ അത് ബുദ്ധിജീവിക്ക് പഠിക്കുവാണോ? ഏതായാലും മുരളി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ നിന്നെ അടിച്ച് പുറത്താക്കിയല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റിനെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പുറത്താക്കിയിരിക്കുന്നു. എന്തൊരു വർഗസമരം! രാജ, മുരളി ഒരു തീവ്രവാദിയെ പോലെ സംസാരിക്കുന്നത്. അവൻ വലിയ അപകടത്തിലേക്കാ പോകുന്നത്. മുരളിയോട് എനിക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ്റെ ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ല. നിനക്ക് വേറെ പണിയില്ലേ? ആശയങ്ങൾ, തീവ്രവാദം, മണ്ണാങ്കട്ട. നീ വേണേ താഴെ കിടന്ന് ആലോചിച്ച് വിപ്ലവം നടത്ത്. ഞാൻ കിടക്കട്ടെ. വിപ്ലവം ജയിക്കട്ടെ. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസിൻ അർഘ്യം നൽകൂ. ഗന്ധർവസ്വരഗംഗയൊഴുക്കൂ, ഗായത്രികൾ പാടൂ. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. പ്രഭാതകിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ സഹസ്രനാമം കേട്ടുമയങ്ങും സാളഗ്രാമങ്ങൾ. അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ പുതിയൊരു പുരുഷാർത്ഥത്തിനെയാകെ പുരകളിൽ വച്ചു വളർത്താൻ. നിന്നെ അന്വേഷിച്ച വാ. പാട്ട് കലക്കിടാ. ലാൽ സലാം സഖാക്കളെ, ഞാൻ സദാശിവൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ. പാർട്ടിയുടെ ഒരു നിർദ്ദേശമുണ്ട്, രഹസ്യ നിർദ്ദേശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളായ നിങ്ങളുടെ പ്രധാന കടമ പഠിക്കുക എന്നതാണ്. സമൂഹത്തിനും പാർട്ടിക്കും നിങ്ങളെ ആവശ്യമുണ്ട്. മുരളി പരിപൂർണമായും ഒരു നക്സലൈറ്റ് ആയിരിക്കുന്നു. അതിലേക്ക് നിങ്ങളാരും പോകരുത്. RECയിൽ മുരളിയല്ലാതെ മറ്റൊരു നക്സൽ ഉണ്ടാവരുത്. മുരളി ഒറ്റപ്പെടുത്തുക. സഹാവെ, ഞങ്ങളാരും മുരളിയുടെ പുറകെ പോവില്ല. പക്ഷെ മുരളിയെ നക്സലേറ്റ് എന്ന് വിളിക്കരുത്. നക്സലേറ്റ് എന്നത് ബൂർഷ്വാസികൾ സായുധ വിപ്ലവകാരികളെ തരം താഴ്ത്താൻ ഉപയോഗിക്കുന്ന പേരാ. പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും മുരളി പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട്. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. അതനുസരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന കടമ. പിന്നെ മറ്റൊരു SFI യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കണം. രാജശേഖരൻ അതിന് മുൻകൈയെടുക്കണം. സാധ്യമല്ല. മുരളിക്ക് REC വിദ്യാർത്ഥികളിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. മിസ് ബോയ്സും ഡോബികളും മാത്രമേ മുരളിയോട് ചേർന്നുള്ളൂ. പാർട്ടിയുടെ നയം മനസ്സിലാക്കിയ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം മുരളിയിൽ നിന്നകന്നു. പിന്നെ കുറേ നാൾ മുരളിയെ കണ്ടില്ല. നക്സൽ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുവാൻ മുരളി മുന്നിട്ടിറങ്ങി. അതിൻ്റെ പല ഓപ്പറേഷനുകളെക്കുറിച്ചും ഊഹാഭോഗങ്ങൾ പ്രചരിച്ചു. സായുധ വിപ്ലവം മലനിരകളിൽ നിന്ന് ആരംഭിച്ച് സമതലങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്നാണ്. അതിനാൽ വിപ്ലവകാരികൾ മലനിരകളിലേക്കും കാട്ടിലേക്കും മാറണം. മുരളിയും ആ വഴിക്കാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും അത് കേട്ടാൽ ചിരി വരും. പക്ഷേ ഭൂമിശാസ്ത്രമാണ് ചരിത്രത്തെ നിർണ്ണയിക്കുന്നത്. ബൊളീവിയയിലെ വിപ്ലവകാരികൾ മലയും കാടും കയറിയതുപോലെ ഇവിടെയും നക്സലൈറ്റുകൾ കാട് കയറി.
അവിടെ ആക്രമിച്ചതുപോലെ ഇവിടെയും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തി. അടിയന്തരാവസ്ഥയെയും നക്സലിസത്തെയും ഒന്നാകെ മാറ്റിമറിച്ച സംഭവം ഉണ്ടായത് ഈ അവസരത്തിലാണ്. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം. കായണ്ണ പോലീസ് സ്റ്റേഷൻ നക്സലൈറ്റുകൾ ആക്രമിച്ചു. രാജ, മുരളിയും കൂട്ടും കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. മുരളി നക്സലേറ്റ് ആണോ? അതെ. ഈ പാവം പോലീസുകാരെ ആക്രമിച്ചിട്ട് ഇവനക്ക് എന്ത് നേടാനാ? കായണ്ണ സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ നക്സലൈറ്റുകളാണെന്ന് വാർത്ത കേട്ട് RECയിലെ എല്ലാവരും ഭയന്നു. മുരളിയെ അന്വേഷിച്ച് ഡോബി കോളനി എത്തിയ നരിക്കോട് നാരായണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൊടിയ പീഡനങ്ങൾ നടത്തി. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോയിട്ട് അന്ന് രാത്രി വളരെ വൈകിയാണ് രാജൻ ഹോസ്റ്റലിലെത്തിയത്. അന്ന് രാത്രി അവൻ എൻ്റെ മുറിയിൽ വന്നിരുന്നു. നേരെ എത്രയായി? ഇത്രയും നേരമായിട്ട് നീ ഉറങ്ങിയില്ലടാ. യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ട് രാജൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ വരുവടേ, നീ പോയി തൂങ്ങടേ. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഉറക്കമല്ലേ ഇവന്? നീ പാതിരാത്രി വരെ എവിടെ പോയി കിടക്കുമായിരുന്നു? യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ് പ്രൈസ് വാങ്ങാൻ നിന്നതാ. മന്ത്രിയുടെ MLA-മാരുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ സമയം വൈകി. നീ എന്താ വല്ലാതിരിക്കുന്നത്? ആകെ ടെൻസ്ഡ് ആണല്ലോ. ഡോബി കോളനിയിൽ പോലീസ് റെയ്ഡ് നടത്തി. കൃഷ്ണ, അവൾ എവിടെയാണാവോ? നേരം വിളിക്കട്ടെ, അവളെ ചെന്ന് കാണണം. നീ ഇവിടെ പോകരുത്. മുരളി അന്വേഷിച്ച് പോലീസ് പാഞ്ഞു കിടക്കാം. ഞാൻ പോയാൽ എന്താ? പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട, അത്രേ ഉള്ളൂ. നീ പാതിരാക്കി ഗിറ്റാർ വായിച്ചിരിക്കാൻ പോണോ? കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ആ ലൈറ്റ് ഓഫ് ആക്ക്. ഞാൻ ബാത്റൂമിൽ പോവാ. ലൈറ്റ് ഞാൻ ഓഫ് ആയിക്കോളാം.
അതായിരുന്നു രാജനുമായുള്ള എൻ്റെ അവസാനത്തെ കൂടിക്കാഴ്ച. പിന്നെ രാജൻ എന്തു സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി ഞാനും. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിൻ്റെ ചാർജ് ഷീറ്റ് പോലുമില്ല. അതിൻ്റെ പ്രതികളെ ഇനിയും വിചാരണ ചെയ്തിട്ടില്ല. രാജനെ സംബന്ധിച്ച എല്ലാ നിയമപ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അതായിരിക്കും. അത് വന്നാൽ രാജൻ നക്സലൈറ്റ് അല്ലായിരുന്നു എന്ന് തെളിയും. അതുവഴി പല സത്യങ്ങളും. ആ ഗിറ്റാർ സാറിൻ്റെ കയ്യിലുണ്ടല്ലേ? ആ ഗിറ്റാർ എൻ്റെ മകൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ നന്നായി പാടും, ഗിറ്റാറും വായിക്കും. ഇതൊരു നിയോഗമാണ്. 30 വർഷങ്ങൾക്ക് ശേഷം രാജൻ്റെ ഗിറ്റാറുമായി ഞാൻ ഈ ക്യാമ്പസിൽ വന്ന് കയറുക. രാജൻ്റെ ഓർമ്മകൾ തുളുമ്പുന്ന ഈ കൂടാരത്തിൽ നിങ്ങളോടൊപ്പം ചെലവിടുക. മറഞ്ഞുകിടന്ന സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുക. ഇതൊരു നിയോഗമല്ലെങ്കിൽ പിന്നെന്താണ്? ആ, നരിക്കോട് നാരായണൻ ഇപ്പൊ എവിടെയുണ്ട്? ഉദയഗിരിയിലെ ഒരു ആശ്രമത്തിൽ സന്യാസിയായി. എനിക്ക് കൃഷ്ണപ്രിയയെ ഒന്ന് കാണണം. കാണണം സാർ, തീർച്ചയായും. ശരി. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? കോഴിക്കോട്ടുനിന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്തുപറ്റി? കൃഷ്ണപ്രിയ ഇപ്പോൾ ഒരു ടീച്ചറാണ് ഊട്ടിയിൽ. എനിക്ക് അവരെ പോയി ഒന്ന് കാണണം. ഹലോ, എന്നെ ഓർക്കുന്നുണ്ടാവും അല്ലേ? കൃഷ്ണപ്രിയയ്ക്ക് പരിചയമുള്ള ഒരു രാജശേഖരനാണ്. ഞാനിപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുണ്ട്. എനിക്ക് കൃഷ്ണപ്രിയയെ ഒന്ന് കാണണം. ഞാൻ സ്കൂളിലേക്ക് വരാം. സർ, എനിക്ക് പഴയ പുഴക്കരയിൽ വരെ ഒന്ന് പോണം. നിഴലാ
നിഴലാ മഴമേഘങ്ങൾ കനിഞ്ഞു നൽകിയ മണിമുത്തുകൾ പേറി മൃദുമന്ദഹാസം പൊഴിക്കും അസുലഭ വേഴാമ്പൽ നിഴലാ മറഞ്ഞു അനുഭൂതിയിലലിയുന്ന നിൻ വർണ്ണ്യരൂപത്തിൻ അനുഭവമേ എനിക്കന്യമോ നിൻ മുഖഭാവത്തിൻ സുന്ദര ശകലങ്ങൾ എന്നും എന്നോർമ്മതൻ മുകുളങ്ങളോ നിഴലാ ആണഞ്ഞു നോക്കട്ടെ, വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പുറത്തേക്കൊന്ന് വരും. ശരി. ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോർമലാണ്. ചെസ്റ്റ് എക്സ്റേയിലും സ്കാനിലും ഒന്നും കാണാനില്ല. ഇൻ ദ സിറ്റുവേഷൻ ഇറ്റ് ഈസ് എ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ, അതായത് ഡിസോസിയേറ്റീവ് കൺവേർഷൻ എന്ന അവസ്ഥയിലാണ്. മാനസിക പ്രശ്നമായതുകൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡേഞ്ചറസ്. വളരെ ആഴത്തിലുള്ളൊരു മുറിവ് അവരുടെ മനസ്സിലുണ്ട്. വളരെ സൂക്ഷിക്കണം. ശരിയാണ്. നീ കുറച്ച് വെള്ളം എടുത്തേ. സാർ, എനിക്കൊരാഗ്രഹമുണ്ട്. ആ ഗിറ്റാർ എനിക്കൊന്ന് കാണണം. കാണിച്ചു തരുമോ? മോനത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. അവനൊരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ്. ഉടനെ ഞാൻ വിളിച്ചു വരുത്താം. സാമിയോ? എപ്പോഴാണ്? ശരി ശരി. ആ
കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച രാജൻ സംഭവത്തിന്റെ സത്യം 35 വർഷങ്ങൾക്ക് ശേഷം പുറത്തുവരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട രാജൻ വാര്യരുടെ തിരോധാനത്തിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നരീക്കോട് നാരായണനാണ് സത്യം വെളിപ്പെടുത്തുന്നത്. റിട്ടയേർഡ് ഡിവൈഎസ്പിയായ നരീക്കോട് നാരായണൻ ഇപ്പോൾ ഗുരു ആത്മീയാനന്ദ ചൈതന്യയുടെ ആശ്രമത്തിലെ അന്തേവാസിയാണ്. സ്വാമി സത്യാനന്ദൻ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നരീക്കോട് നാരായണൻ നാളെയാണ് കോടതിയിൽ സത്യം വെളിപ്പെടുത്തുന്നത്. ഇനിയും തിരിച്ചുവരാത്ത വരില്ലെന്നുറപ്പുള്ള രാജൻ വാര്യർ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ ഉൾപ്പെടെ 4 പേരെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അറസ്റ്റ് ചെയ്തെങ്കിലും 3 പേരെ മാത്രം വിട്ടയക്കുകയായിരുന്നു. നക്സൽ വർഗീസ് വധം സംബന്ധിച്ച കോടതി വിധി വന്ന പശ്ചാത്തലത്തിലാണ് നരീക്കോടൻ ഇത് വെളിപ്പെടുത്തുന്നത്. നക്സൽ വർഗീസിന്റെ കൊലപാതകം വെളിപ്പെടുത്തിയ മുൻ പോലീസുകാരന്റെ മാതൃക താൻ സ്വീകരിക്കുന്നതായും നരീക്കോടൻ പ്രസ്താവിച്ചു. നരീക്കോട് നാരായണന്റെ ഈ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ വമ്പിച്ച കോളിളക്കം സൃഷ്ടിക്കുന്നതാണ്. 35 വർഷം മുമ്പുള്ള രാജൻ സംഭവത്തിന്റെ വെളിപ്പെടുത്തൽ വാർത്ത നിയമരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും വലിയ ചർച്ചയായി ഇതിനോടകം മാറിയിരിക്കുന്നു. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ രാജന്റെ സഹപാഠികളും രാജന്റെ കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും കാത്തിരുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. സൂക്ഷിച്ച്. നടന്നോളൂ. സാറേ, ഞാൻ അലിയരാണ് സാറേ. സാറിനെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു. സുഖല്ലേ? സാർ, ഇവരെന്റെ ഏക മകനാ. ജനിച്ചപ്പം മുതൽ കാഴ്ചയില്ല. ക്രൂരതകൾക്ക് ദൈവം നിന്ന് ശിക്ഷയാ. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ സാറിന് ദൈവം കൈവിട്ടില്ല. ദുരന്തങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ അഹങ്കാരത്തോടെ അതിനെ നേരിട്ടു. ദൈവത്തെ കണ്ടില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലായി, അള്ളാഹുവിന്റെ കനിവല്ലാതെ ഒന്നും ശാശ്വതമല്ലെന്ന്. നരിക്കോടൻ സാറിന് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ പഴയ ഹെഡ് കോൺസ്റ്റബിൾ പീതാംബരൻ. എന്തിനാണ് സാറേ ഈ വേഷം കെട്ടൊക്കെ? യുദ്ധത്തിൽ ശത്രുക്കളെ കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു പടയാളിയും താൻ ചെയ്തത് തെറ്റാണേ എന്ന് വിളിച്ചു കൂവിയിട്ടില്ല. അതൊക്കെ പോലീസ് ജീവിതത്തിന്റെ ഭാഗമല്ലേ നരിക്കോടൻ ചാമി. മാറണോ? മാറാനല്ലേ വന്നു? മാറാൻ. ഞാൻ
നരിക്കോട് നാരായണൻ. 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന നക്സലേറ്റ് വർഗീസ് വധക്കേസിന്റെ സത്യം മുൻ പോലീസുകാരനായ ജയചന്ദ്രൻ നായർ വെളിപ്പെടുത്തി. ഒരു സാധാരണക്കാരനായ ആ മുൻ പോലീസുകാരന് അത് സാധിച്ചെങ്കിൽ ഒരു സന്യാസിയായ ഞാൻ രാജൻ കേസിന്റെ സത്യം എങ്ങനെയാണ് മൂടിവെക്കുക? ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ, അതുവഴി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ എനിക്ക് ചിലത് ഏറ്റുപറയേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ SI ആയിരുന്നു. രാഷ്ട്രീയത്തിന്റെ തീവ്രതകൾക്കും രാഷ്ട്രീയക്കാരന്റെ വടംവലികൾക്കുമിടയിൽ അലങ്കോലപ്പെട്ടുപോയ പോലീസ് സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ലക്ഷ്യവും മാർഗവും സംശയകരമായി തീർന്ന ഒരു കാലം. ഒരുപക്ഷെ നിങ്ങൾ ഇന്നുവരെ കേട്ട കഥകളും കഥാപാത്രങ്ങളും തനിസ്വരൂപത്തിൽ അങ്ങനെ ആയിരുന്നില്ല. പോലീസ് മേധാവിയായിരുന്ന ജയറാം പണിക്കർ ഒരു ക്രൂരനായിരുന്നില്ല. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ചരിത്രഗതി തിരിച്ചുവിട്ടത് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു. നക്സലേറ്റുകളാണ് സ്റ്റേഷൻ ആക്രമിച്ചത്. അതോടെ പോലീസ് സേന ഉണർന്നു. ഭരണകൂടം നക്സൽ ഭീഷണി ഉന്മൂലനം ചെയ്യാൻ ശ്രമം ആരംഭിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ നക്സലിസം പോലുള്ള പ്രസ്ഥാനം ഇനി വളർന്നു വരാൻ പാടില്ല. ഇന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, നാളെ ഭരണമന്ദിരങ്ങളും ജനപ്രതിനിധികളും ആക്രമിക്കപ്പെടും. അതുകൊണ്ട് എന്ത് വില കൊടുത്തു ഇതിനെ അടിച്ചൊതുക്കിയേ പറ്റൂ. സർ, ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പാക്കുക എന്നുള്ളത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എന്റെ ചുമതലയാണ്. ശരി സർ, അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നക്സലിസത്തെ കേരള മണ്ണിൽ നിന്ന് അപ്പാടെ തുടച്ചു മാറ്റണം. ഈ കായണ്ണ സംഭവം അതിലേക്കൊരു പിടിവള്ളിയാണ്. അല്ല, ജയറാം പണിക്കർ ഇതുവരെ വന്നില്ലല്ലോ നരിക്കോടാ? വന്നു സർ. കേറി വാടോ. താൻ കൃത്യസമയത്ത് എന്നെ ഞെത്തിയല്ലോ പണിക്കരെ. ഇരിക്കണോ? നാരായണൻ എന്തായിരിക്കുന്നില്ലേ? വേണ്ട സർ, ഞാൻ സബോർഡിനേറ്റ് അല്ലേ. താൻ ഇരിക്കടോ. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു SIക്ക് ഇപ്പോൾ IG-യുടെ പവറാ. ഇത് സൈന്യാധിപൻ, ഞാൻ വെറും ഒരു മന്ത്രി. നാരായണ പോയിക്കോട്ടെ അല്ലേ? സർ, പണിക്കരെ വിളിപ്പിച്ചതിന്റെ കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സർ. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച നക്സലുകളെ പിടികൂടുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നക്സലിസത്തെ കേരള മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയുക, അതല്ലേ സർ? എക്സാക്ട്ലി. അതിനുവേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും ഞാൻ തനിക്ക് നൽകുന്നു. ഓർഡർ വിൽ ഫോളോ. യെസ് സർ. സർ, നമുക്ക് ഒരു രഹസ്യ സങ്കേതം തയ്യാറാക്കണം. സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഒരിടം. യെസ്, നരിക്കോടനെ വിശ്വസിക്കാം. അതിന്റെ ചുമതല അയാളെ ഏൽപ്പിക്കാം. ഓക്കെ സർ. ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കായണ്ണ സ്റ്റേഷൻ ആക്രമിച്ചതിൽ എത്ര പ്രതികളെ കിട്ടി? 5 പേരെ കിട്ടി സർ. മുരളി കണ്ണമ്പുഴ കിട്ടിയിട്ടില്ല. മുരളി ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ്. He is the master brain of this action. So, we must target Murali. If you could trap Murali, it is easy to pick off the root of Naxalism. Yes, sir. REC-യിൽ മുരളിയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരൊക്കെയാണ്? സർ, 4 പേരുണ്ടെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ചത്. അതിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു രാജനാണ്. രാജൻ എന്ന പേര് വിളിക്കുന്ന പലരും കാണില്ലേ? ഉണ്ട് സർ. മുരളിയുടെ കൂടെ രാഷ്ട്രീയത്തിൽ ഒരു രാജൻ ഉണ്ടായിരുന്നു. SFIയുടെ തീപ്പൊരി നേതാവായിരുന്നു അയാൾ. മുഴുവൻ പേര് രാജശേഖരൻ. മുരളി എവിടെയുണ്ടെന്ന് അവനറിയാം. അവനോടൊത്ത് ആക്ഷനിൽ പങ്കെടുത്തിരിക്കാൻ സാധ്യതയുണ്ട് സാർ. എങ്കിൽ രാജശേഖരനെയും മറ്റും ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. യെസ് സർ. താൻ ഹിറ്റ്ലറെ കുറിച്ച് കേട്ടിട്ടില്ലേ? സർ, ഹിറ്റ്ലർ യഹൂദരെ നശിപ്പിക്കാൻ ഏത് മാർഗമാണ് ഉപയോഗിച്ചത്? കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. കറക്റ്റ്. ഫ്രം ടുഡേ ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ബട്ട് യു മസ്റ്റ് റിമെമ്പർ വൺ തിങ്. പോലീസ് ആരെയും കൊല്ലരുത്. സത്യം പറയിക്കണം. അതിനായി ദണ്ഡനമുറകൾ സ്വീകരിക്കാം. അതിനുശേഷം നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? യെസ് സർ. അപ്പോ ഇന്ന് ഡോബി കോളനിയും REC-യും അല്ലേ?
യെസ് സർ. ഓക്കെ. നിനക്ക് പോലീസുകാരെ കൊല്ലണം. കഴിവറണം. എണീക്കാൻ കിടന്നുറങ്ങുന്നു. ചാവട്ടി കൂട്ടി ഞാൻ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എന്താടാ മുഖത്തൊരു ശൗര്യം? ഒരു തെറ്റും ചെയ്ത് ഞങ്ങൾ എന്തിനാ പിടിച്ചോണ്ട് വന്നു? നീ മുരളിയുടെ കൂടെ ഡോബി കോളനി പോയിട്ടുണ്ടോ? ഉണ്ട്. REC വിദ്യാർത്ഥികൾ എന്തിനു ഡോബി കോളനി പോണം? മുരളി എന്റെ നല്ല സുഹൃത്താ. മുരളിയുടെ കൂടെ വെറുതെ പോവും, അല്ലാതെ രാഷ്ട്രീയത്തിനല്ല. നീ മുരളിയുടെ സ്റ്റഡി ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഡോബി കോളനി വെറുതെ പോവുക, സ്റ്റഡി ക്ലാസ്സിൽ പോകാതിരിക്കുക. മുരളി നല്ല സുഹൃത്തുമാണ്. കൊള്ളാം. മാഗ്നിഫിഷൻ കോൺട്രഡിക്ഷൻ. മുരളിയുടെ കൂടെ എപ്പോഴാ പോകാറുള്ളത്? രാത്രിയോ പകലോ? പകല. അവനിപ്പോ എവിടെയാണെന്ന് നിനക്കറിയാം? പറയടാ. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ആർക്കും അറിയില്ല. നിങ്ങൾക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല. അയ്യോ, കള്ളം പറയുന്നു. പറയടാ, അവൻ എവിടെയുണ്ട്? പറയാൻ. നിനക്കറിയാം അവൻ എവിടെയുണ്ടെന്ന്. പറയടാ. കാക്കിയിട്ടവനെ തൊട്ട് കളിച്ചിട്ട് ചുമ്മാ നിങ്ങൾ പോവാന്ന് വിചാരിച്ചോടാ കഴിവറട മോനെ. മുതലാളിമാരുടെയും പോലീസുകാരുടെയും കഴുത്ത് വെട്ടാനിറങ്ങി അവന്റെ കയ്യാ സാറേ ഇത്. കായണ്ണെ പോലീസിന്റെ നെഞ്ചത്തിയുടെ കാലുകളാ സാറേ ഇത്. ഇതെന്ത് ചെയ്യണം? ഓടിച്ച് മടക്കി കളയണം. എവിടാ നിന്റെ മറ്റവൻ മുരളി? എടാ മോനെ, എനിക്ക് യുവാക്കളെ തല്ലുന്ന ഇഷ്ടമല്ല. നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിന്നെ തല്ലിയത് പോലീസിനെ അപമാനിച്ചത്. പോലീസിനെ ഭീഷണിപ്പെടുത്തി ഉന്മൂലനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പീക്കിരി പിള്ളേര്. സത്യം പറയടാ.
പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ നീ ഉണ്ടായിരുന്നില്ലേ? അവൻ എവിടെയുണ്ട്? പറയടാ മോനെ രാജശേഖര. രാജശേഖരൻ? ഞാനോ? നീ സാറിന്റെ മുഖത്ത് തുപ്പല്ലടാ. ആള് മാറാനോടെ നായ, നിന്റെയൊക്കെ നായാട്ട്. ഇവനെ കൊണ്ടുപോയി വിട്. റിലീസ് ചെയ്യും. RSL നിന്ന് കസ്റ്റഡിയിൽ എടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഇപ്പൊ തന്നെ റിലീസ് ചെയ്യാൻ സാർ പറഞ്ഞു. എടുത്തുകൊണ്ടുപോയി തള്ളു മൂന്നിനെ. പക്ഷെ ഇവനെ ഞാൻ പോലീസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കും സാർ. You killed him. തന്നോട് ഞാൻ പറഞ്ഞതെന്താ? ഇവനെ കൊണ്ട് വിടാനല്ലേ? ഇവൻ നിരപരാധിയാ. തെറ്റ് ചെയ്യാത്തവന്റെ ആത്മവിശ്വാസം അവന്റെ പ്രവൃത്തിയിലുണ്ട്. അല്ലെങ്കിൽ എന്റെ മുഖത്ത് തുപ്പാനുള്ള ധൈര്യം അവനുണ്ടാവില്ല. അവൻ രാജശേഖരനല്ല, ഉറപ്പാ. സാറേ, ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. കയ്യബദ്ധം? ഏത് വിധമായാലും ഒരു മനുഷ്യനെ കൊല്ലുന്നത് കൊലപാതകം തന്നെയാ. IPC 304 ഡെത്ത് ഡ്യൂ ടു നെഗ്ലിജൻസ്. അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. കോൺസ്റ്റബിൾ, അറസ്റ്റ് ചെയ്യും.
ജയറാം പണിക്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല മനുഷ്യനെ കണ്ടത് ഞാൻ അപ്പോഴാ. ഒരു നിമിഷം കൊണ്ട് ഞാൻ കുറ്റവാളിയായി, ലോക്കപ്പിലായി. ജയറാം സാറിന്റെ ആ ശിക്ഷയിലൂടെ എന്റെ മനസ്സിലെ നരിയുടെ പല്ല് കൊഴിഞ്ഞു. എന്റെ കൈകൊണ്ട് പൊലിഞ്ഞ ഒരു ജീവന്റെ വില ഞാൻ അറിഞ്ഞു. ശിക്ഷ ഏറ്റുവാങ്ങാൻ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിരുന്നു. പക്ഷേ ഞാനോ ജയറാം പണിക്കർ സാറോ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. അന്ന് രാത്രി എല്ലാം തകിടം മറിഞ്ഞു. മരിച്ചോ? എന്ത്? ലോക്കപ്പിലാക്കിയെന്നോ? പണിക്കരില്ല എവിടെ? ഞാനിതാ വരുന്നു, വെയിറ്റ് ചെയ്യാൻ പറയൂ. എവിടെടോ? അകത്തുണ്ട്. നരിക്കോടൻ എവിടെ? ദാ അവിടെ. വരണം സർ. താൻ എന്ത് വിഡ്ഢിത്തമായി കാണിച്ചിരിക്കുന്നത്? ഇയാള് വിദേശത്ത് പോയി പഠിച്ചത് ഇതാണോ? നമ്മുടെ വലങ്കയ്യായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചെറിയൊരു കയ്യബദ്ധത്തിന്റെ പേരിൽ ലോക്കപ്പിലിടുക. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സർ, കയ്യബദ്ധമാണെങ്കിൽ കൊലപാതകമല്ലേ? എനിക്ക് അയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും, ഒരു നിരപരാധിയെ കൊന്നതിന്. ഓ, തന്റെ ഒരു ആദർശം. എടോ, ഇതെന്റെ രാഷ്ട്രീയ സദാചാരത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാ. തനിക്കറിയാമല്ലോ, മുഖ്യമന്ത്രി ആദർശശാലിയാണ്. അങ്ങേരുതിൽ താല്പര്യം കാണിക്കും. അതോടെ എന്റെ രാഷ്ട്രീയ ഭാവി തകരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്കിരിക്കേണ്ട കസേരയാണ്. പണിക്കരെ, നിങ്ങൾ പറയുന്നത് ശരിയാ, സമ്മതിക്കുന്നു. ഒരാളെ കൊല്ലുക എന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാ. പക്ഷേ സംഭവിച്ചു പോയില്ലേ? മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ തനിക്ക് നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അത് സാർ, എന്താ തനിക്ക് ഉത്തരവാദിത്വമില്ലേ? ഏതായാലും നിങ്ങളൊക്കെ കൂടി ഇത്രയും ചെയ്തു വെച്ചു. ഇനി ഞാൻ നോക്കിക്കൊള്ളാം. ആർക്കും ദോഷം വരാത്തൊരു സൊല്യൂഷൻ വേണമല്ലോ. ആ കിടക്കുന്ന പയ്യൻ എനിക്ക് നാശം വിതയ്ക്കും. അവന്റെ ചിതയിൽ നിന്നുയരുന്ന തീനാളമുണ്ടല്ലോ, അത് നമ്മളെയെല്ലാം ചാമ്പലാക്കും. അതുകൊണ്ട് താൻ ആദ്യം നരിക്കോട്ടിനെ റിലീസ് ചെയ്യൂ. ഇറ്റ്സ് മൈ ഓർഡർ. നോക്ക്, രാജൻ എന്നൊരു വിദ്യാർത്ഥി നിങ്ങൾ കണ്ടിട്ടുമില്ല, കസ്റ്റഡിയിൽ എടുത്തിട്ടുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? സർ. Come on. ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. എല്ലാം തീ വിഴുങ്ങട്ടെ. അവന്റെ ചാരം പോലെ ഈ ഭൂമുഖത്ത് ബാക്കിയുണ്ടാവാൻ പാടില്ല. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. സർ, ചെവി അറിയരുത്, അസ്ഥി പോലും ബാക്കിയാവരുത്. പഞ്ചസാരയിട്ട് കത്തിക്കണം. എടുത്തോണ്ട് പോടോ, വേഗം.
ആ ഇവിടെ വെക്ക. അതഴിക്കേ പെട്ടെന്ന്. പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാനാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ എൻ്റെ മനസ്സിനെ അത് വേട്ടയാടിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ഞാൻ ആത്മീയ വഴിയിൽ വന്നത്. എല്ലാം ആത്മീയതയിൽ മൂടിവെക്കാനാണ് ഞാൻ സന്യാസിയായത്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ പോലെ രണ്ടുപേരെന്നെ തേടി വന്നു. മുരളി കണ്ണമ്പുഴയുടെ രാഷ്ട്രീയ സുഹൃത്തായ രാജശേഖരനെ തേടിയാണ് ഞാൻ RECയിൽ പോയത്. പക്ഷേ കിട്ടിയത് രാജനെ ആയിരുന്നു. ആ രാജശേഖരനാണ് ചീഫ് ഡെവലപ്മെന്റ് കമ്മീഷണറായ രാജശേഖരൻ സാർ. മറ്റൊരാൾ രാജന്റെ പ്രിയപ്പെട്ടവൾ കൃഷ്ണപ്രിയ. ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നീതിപീഠം എനിക്ക് പരമാവധി ശിക്ഷ നൽകണം. മറ്റൊന്ന്, പോലീസുകാരും മനുഷ്യരാണ്. രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലെ വെറും ആയുധമാവരുത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പോലീസിനൊരു സാംസ്കാരികതയുണ്ട്. അത് നിയമപാലനത്തിൻ്റെതാണ്. നീതിയും നിയമവും നിലനിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് പോലീസിന്റെ ചുമതല. ഇത് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം. പൊതുജനത്തിന്റെ ശത്രുവല്ല പോലീസ്. ഒരിക്കലും ഒരു പോലീസുകാരനും സമൂഹത്തെ ശത്രുവായി കാണില്ല. പക്ഷേ സമൂഹം പലപ്പോഴും പോലീസിനെ ശത്രുസ്ഥാനത്താണ് നിർത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വമാണ് പോലീസിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നത്. ജനങ്ങൾ പോലീസിനെ അകറ്റി നിർത്തിയാൽ പോലീസ് ക്രിമിനൽസുമായി അടുക്കും. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. പൊളിറ്റിക്സിനും പൗരനുമിടയിൽ വെറും ഉപകരണമാകാനല്ല പോലീസിനെ നിർബന്ധിക്കേണ്ടത്. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഒന്നുചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ്. അതിനാൽ ജനങ്ങളോടെ പോലീസിന് പ്രതിബദ്ധതയാകാവൂ. ജനാധിപത്യ വ്യവസ്ഥയിൽ പോലീസിന് വളരെ പങ്കുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൽ പഴയതെല്ലാം മറന്നിരിക്കുന്നു. സന്യാസ ജീവിതത്തിൽ എൻ്റെ പേര് സത്യാനന്ദ എന്നാണ്. ആ പേരിനോട് ഞാൻ നീതി പുലർത്തുന്നത് ഇപ്പോഴാണ്. ഈ സത്യം
ലോകത്തോട് പറഞ്ഞപ്പോ കൃഷ്ണേ, കൃഷ്ണപ്രിയേ, കൃഷ്ണേ, കൃഷ്ണേ കൃഷ്ണേ കൃഷ്ണേ